ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു അല്ലേ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഒരിക്കൽ കൂടി നോക്കിയാലോ? ഇനി എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്, അവർക്ക് പരിചയപ്പെടാം. പാരൻസിന് കാണാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എക്സാം പേപ്പർ നമുക്കൊന്ന് നോക്കാം അല്ലേ? നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ്സാണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം, അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടാകും. 1ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് റൈറ്റ്. വാച്ച് ദ പിക്ചർ കെയർഫുള്ളി. ഇവിടെ നോക്കുക, ഒരു പിക്ചർ കാണുന്നുണ്ട്. റാബിറ്റ് ഉണ്ട്, ലയൺ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഡീർ. ഇപ്പോൾ ഡീർ കാണുന്നുണ്ട്, റാബിറ്റ് ഉണ്ട്, ലയൺ ഉണ്ട്. ഇതാണ് ഈ പിക്ചറിലുള്ളത്. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി വായിച്ചു തരും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സ്റ്റോറി ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് നൽകിയിട്ടില്ല. ആ ടീച്ചറിനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ആ സ്റ്റോറി വായിച്ചു തരും. ആ സ്റ്റോറി എന്താണെന്ന് ടീച്ചറോടെ വായിക്കാം. ഇതായിരുന്നു ടീച്ചേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റോറി എന്താണെന്ന് വായിക്കാം. ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഹു ആർ ഇൻ ദ പിക്ചർ, വെയർ ആർ ദേ? ഇത് അങ്ങനെ പറയുന്നതാണ്. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓൺ എ സണ്ണി ഡേ, എ ഹംഗ്രി ലയൺ കെയിം ഔട്ട് ഓഫ് ഹിസ് ഡെൻ സെർച്ചിങ് ഫോർ ഫുഡ്. ലയൺ എന്ത് ചെയ്തു? വിശപ്പുള്ള ഒരു ലയൺ ഒരു ദിവസം, ഒരു വേനലുള്ള കാലത്താണ്, ഒരു ദിവസം എന്ത് ചെയ്തു? ഡെൻ എന്ന് പറഞ്ഞ ഗുഹയാണ് കേട്ടോ, ആഹാരം തേടി പുറത്തിറങ്ങി. ഹി സോ എ ലിറ്റിൽ റാബിറ്റ് പ്ലേയിങ് ദെയർ. അവിടെ ഒരു ചെറിയ റാബിറ്റ് കളിക്കുന്നത് കണ്ടു. ലെറ്റ് മീ ക്യാച്ച് ഇറ്റ് ടുഡേ ഫോർ മൈ ഫുഡ്. അതിനെ ഞാൻ ഇന്ന് എൻ്റെ ആഹാരത്തിനായി പിടിക്കും. ലയൺ ജംപ് ടുവേർഡ്സ് ദ റാബിറ്റ് ടു ക്യാച്ച് ഇറ്റ്. ലയൺ എന്ത് ചെയ്തു? റാബിറ്റിൻ്റെ പുറത്തേക്ക് ചാടി വീണതിനെ പിടിച്ചു. നോ, ദ റാബിറ്റ് ഈസ് ടു സ്മോൾ, ഇറ്റ് കനോട്ട് ഫിൽ മൈ സ്റ്റൊമക്ക്. സഡൻലി എ ഡീർ റഷ്ഡ് ദാറ്റ് വേ. എന്താണ്? ഈ റാബിറ്റ് വളരെ ചെറുതാണ്, നിൻ്റെ വയറ് നിറയാൻ ഇതാവത്തില്ല. പെട്ടെന്നാണ് എന്ത് ചെയ്തത്? അതുവഴി ഒരു ഡീർ പോകുന്ന വേണ്ടത്. ലെറ്റ് മീ ഈറ്റ് ദ ബിഗ് ഡീർ ഇൻസ്റ്റീഡ് ഓഫ് ദിസ് സ്മോൾ റാബിറ്റ്, ദ ലയൺ തോട്ട്. ഉടനെ സിംഹം ചിന്തിച്ചു, ഈ സ്മോൾ റാബിറ്റ് കൊണ്ട് എനിക്ക് എന്താകാനാ? അത് ബിഗ് ഡീർ, അത് ആഹാരമാകാം. ദ ഗ്രീഡി ലയൺ റാൻ ആഫ്റ്റർ ദ ഡീർ ലീവിങ് ദ റാബിറ്റ്. ആ അത്യാഗ്രഹി ലയൺ എന്ത് ചെയ്തു? റാബിറ്റിനെ വിട്ടിട്ട് നമ്മുടെ ഡിയറിൻ്റെ പുറകെ പോയി. വെൻ ദ ലയൺ മൂവ് ടു ക്യാച്ച് ദ ഡിയർ, ദ ലിറ്റിൽ റാബിറ്റ് എസ്കേപ്ഡ്. ഈ ഡിയറിനെ പിടിക്കാൻ വേണ്ടി ലയൺ പോയ സമയത്ത് റാബിറ്റ് എസ്കേപ്പായി, രക്ഷപ്പെട്ടു. സീയിങ് ദ ലയൺ, ദ ഡിയർ റാൻ ഫാസ്റ്റ് ഇൻ ടു ദ ഫോറസ്റ്റ് ആൻഡ് ഹി ഡിഡ് ബിഹൈൻഡ് ദ തിക് ട്രീസ്. ആ നല്ല തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിൽ മാൻ പോയി. അങ്ങനെ ലയണിന് ഡിയറിനെ കണ്ടെത്താനായിട്ടായില്ല. The foolish lion felt ashamed and returned to its den. നാണം കെട്ട് തിരിച്ചു തൻ്റെ ഗുഹയിലേക്ക് പോയി. ഇതായിരുന്നു സ്റ്റോറി, ആക്ടിവിറ്റി 1ൻ്റെ സ്റ്റോറി. നൗ റീഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് അതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസൺ ടു ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സ്റ്റോറി ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുക. ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കറിയാം ആരൊക്കെ ഉണ്ടായിരുന്നു? ലയൺ, റാബിറ്റ്, ഡിയർ.
റൈറ്റ് അനദർ വേർഡ് ഫോർ കേവ് ഫ്രം ദ സ്റ്റോറി. ഗുഹയ്ക്കായിട്ട് ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് ഏതാണ്? ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ദ റാബിറ്റ് ഈസ് ടു സ്മോൾ, ഇറ്റ് കനോട്ട് ഫിൽ മൈ സ്റ്റൊമക്, ഹൂ സെഡ് ദീസ് വേർഡ്സ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? റാബിറ്റ് വളരെ ചെറുതാണ്, ഇതിൻ്റെ വയർ നിറയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞത് ആരാണ്? വേർ ഡിഡ് ദ ഡിയർ ഹൈഡ്? മാൻ എവിടെയാണ് ഒളിച്ചത്? ദ ലയൺ കോട്ട് ദ ഡിയർ, ഈസ് ദിസ് സെന്റൻസ് ട്രൂ ഓർ ഫാൾസ്? ലയൺ മാനിനെ പിടിച്ചു, ഇത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റോറി വായിച്ചെഴുതാനായിട്ട് ചോദിച്ചിരുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1 എല്ലാവരും ചെയ്തുവല്ലോ, വളരെ ഈസി ആയിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി നോട്ടീസ് തയ്യാറാക്കാനായിരുന്നു. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് വർക്ക്ഡ് ഹാർഡ്. ഷൂ മേക്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഠിനമായി അധ്വാനിച്ചു. ദേ ബിക്കേം റിച്ച്, അവർ വലിയ പണക്കാരായി. ദേ ആർ നൗ ഓപ്പണിംഗ് എ ന്യൂ ഷോപ്പ്, അവർ പുതിയൊരു ഷോപ്പ് തുടങ്ങി. They decide to prepare a notice for the program inviting public to attend the opening ceremony. ആ ഓപ്പണിംഗ് സെറമണിയിൽ പുതിയ ഷോപ്പ് തുടങ്ങാൻ പോവുകയല്ലേ, അപ്പോൾ അതിന് സെറമണിയിൽ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ, എല്ലാവരും കാണണം, ആ നോട്ടീസ് കണ്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം, വരണം. അതിനായിട്ടൊരു നോട്ടീസ് തയ്യാറാക്കുക. പ്രിപ്പയർ ദ നോട്ടീസ്. പുതിയ ഷോപ്പാണ്, അപ്പോൾ എന്ത് ഷോപ്പാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഷോപ്പ് ഇങ്ങനെ തുറക്കാൻ പോവുകയാണ്, ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. പ്രിപ്പയർ ദ നോട്ടീസ് ആയിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. ഇവിടെ ഈ പിക്ചേഴ്സ് നോക്കുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ഇൻ യുവർ ഓൺ സെൻറ്റൻസസ്. ഈ പിക്ചേഴ്സ് നിങ്ങൾ എന്താണോ കാണുന്നത് നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതുക എന്നുള്ളതാണ്. അതാ ഇവിടെ കുട്ടികളും ഒരു കുടുംബം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കി കടലിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. അപ്പോൾ ആ കുട്ടി വിളിച്ച് കാണിക്കുന്നുണ്ട്, എന്തോ വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതെന്തായിരുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് കരയിലേക്ക് വന്നു. ഇതിനെ നിങ്ങൾ സ്വന്തം സെൻറ്റൻസിൽ ഈ കാര്യം മനസ്സിലാക്കുന്നതൊക്കെ അറിയാം, ആ സ്വന്തം സെൻറ്റൻസിൽ എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി ഡയറിയാണ്. റീഡ് ദ ഡയലോഗ്സ് ഗിവൺ ഇൻ ദ ബബിൾസ്. ഈ ബബിൾസിലുള്ള ഡയലോഗ്സ് വായിക്കാം. ആൻഡ് ടുഡേ വെൻ മൈ ബോട്ട് വാസ് കോട്ട് ഇൻ എ ഹീപ്പ് of mud, he pulled it out and gave it to me. Oh, are you friends now? Very good, Anna. ഇപ്പോൾ 2 സെൻറ്റൻസ് മനസ്സിലായല്ലോ. That evening Anna was very happy. What would Anna write in her diary on that day? ഡയറിയിൽ അന്ന എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്കറിയാം. അന്ന അന്നത്തെ ദിവസം വൈകുന്നേരം വളരെ സന്തോഷത്തിലായിരുന്നു. അന്ന തൻ്റെ ഡയറിയിൽ എന്തൊക്കെ കുറിച്ചിട്ടുണ്ടാകും? ഡയറി എഴുതുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി. 4 ആക്ടിവിറ്റി മനസ്സിലായല്ലോ. അഞ്ചാമത്തെ ആക്ടിവിറ്റി റിഡിലാണ്. There are some tools on the table. ദാ ഇവിടെ ഹാമർ ഉണ്ട്, ചിസലുണ്ട്, നീഡിലുണ്ട്, നൈഫുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. There are some tools on the table. ടേബിളിൽ കുറച്ച് ടൂൾസ് ഇരിപ്പുണ്ട്. റിഡിൽസ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. Read the riddles and write the answers. The above picture will help you. I am a tool. ഞാനൊരു ടൂളാണ്. I have a head and a handle. എനിക്കൊരു തലയുണ്ട്, ഒരു ഹാൻഡിൽ ഉണ്ട്. All workers use me to beat on the nail. നെയിലിൽ അടിക്കാനാണ് എന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. My name has 6 letters. എൻ്റെ പേരിൽ 6 അക്ഷരങ്ങളുണ്ട്. The first letter of the name is in house. ഫസ്റ്റ് ലെറ്റർ ഹൗസിലുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇൻ കാർ. ലാസ്റ്റ് ലെറ്റർ കാറിലുണ്ട്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഇവിടെ നമുക്ക് എച്ച് എടുക്കാം. ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്, ലാസ്റ്റ് ലെറ്റർ ആർ ആണ്. എന്താണെന്ന് മനസ്സിലായോ? ആ ടൂളിൻ്റെ പേരാണ് ഇവിടെ എഴുതാനുള്ളത്. ഐ ആം എ ഹാൻഡ് ടൂൾ. ഞാനൊരു ഹാൻഡ് ടൂളാണ്. ഐ ആം ദ ഫ്രണ്ട് ഓഫ് കാർപ്പൻറ്റേഴ്സ് ആൻഡ് ഷൂ മേക്കേഴ്സ്. ഞാൻ ഷൂ മേക്കേഴ്സിൻ്റെയും കാർപ്പൻറ്റേഴ്സിൻ്റെയും ഫ്രണ്ടാണ്. ഐ ഹാവ് എ ഹാൻഡിൽ. എനിക്കൊരു ഹാൻഡിലുണ്ട്. അതിൻ്റെ ഷാർപ്പ് എഡ്ജ്, മൂർച്ചയുള്ള ഒരു അറ്റമുണ്ട്, എഡ്ജുണ്ട്, അരികുണ്ട്. വർക്കേഴ്സ് യൂസ് മീ ടു കട്ട് തിങ്സ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. മൈ നെയിം ബിഗിൻസ് വിത്ത് ദ ലെറ്റർ സി ആൻഡ് എൻഡ്സ് വിത്ത് എൽ. ഹൂ ആം ഐ? ടീച്ചർ ടൂൾസിൻ്റെ പേര് വായിച്ചപ്പോൾ ടീച്ചർ ഈ പേര് പറഞ്ഞായിരുന്നു.
കുറച്ച് ടൂൾസ് ടേബിളിൽ ഇരിപ്പുണ്ട്. ഹാമർ, ചിസൽ, നീഡിൽ, നൈഫ് എന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. ഇതിൽ ഏതാണ് ആ ടൂളെന്ന്, രണ്ടാമത്തെ ടൂൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ എം എ ഷാർപ്പ് പോയിന്റഡ് ടൂൾ. ഷാർപ്പായിട്ടുള്ള ഒരു പോയിന്റ്, ഒറ്റ പോയിൻ്റായിട്ട് വരുന്ന ടൂളാണ്. ഐ എം എ മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഞാൻ സ്റ്റീലിലാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ടൈലേഴ്സ് ആൻഡ് ഷൂ മേക്കേഴ്സ് യൂസ് മീ ടു സ്യൂ. തയ്ക്കാനാണ് ടൈലേഴ്സും ഷൂ മേക്കേഴ്സും ഉപയോഗിക്കുക. ത്രെഡ് ഈസ് മൈ ഫ്രണ്ട്. നൂലാണ് എൻ്റെ കൂട്ടുകാരൻ. ഹൂ ആം ഐ. ഞാൻ ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. മേക്ക് എ റിഡിൽ ഓൺ നൈഫ്. ഇനി നൈഫിനെ കുറിച്ച്, കത്തിയെക്കുറിച്ച് നിങ്ങൾ ഒരു റിഡിൽ ഇതുപോലെ ഉണ്ടാക്കുക. ഇതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. എല്ലാവരും ചെയ്തുവല്ലോ? വളരെ ഈസി ആയിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ 2 എണ്ണം ഡൗട്ട് വന്നിട്ടുണ്ടാകും, എന്നാലും ഈസിയാണ്. ഓക്കെ, ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. Now Ivan could understand the language of birds. One night, the nightingale came with its soothing song. Ivan called the nightingale, "Come near," and they began to talk. ഐവാൻ അറിയാലോ, നൈറ്റിംഗെയിലിനെ അറിയാലോ. ഐവാൻ ഇപ്പോൾ പക്ഷികളുടെ ഭാഷ മനസ്സിലാകും. ഒരു ദിവസം രാത്രി നൈറ്റിംഗെയിൽ പാട്ട് പാടുകയാണ്. ഐവാൻ നൈറ്റിംഗെയിലിനെ വിളിക്കുകയാണ്, കം, വരാൻ വിളിക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. കോൺവെർസേഷനാണ് ആറാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളാണ്. തുടക്കമുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഐവാൻ ആൻഡ് ദ നൈറ്റിംഗെയിൽ. ഐവാൻ, ഹലോ നൈറ്റിംഗെയിൽ, ഐ ഹാവ് എ ഹാപ്പി ന്യൂസ് ഫോർ യു. എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാകുമെന്നായിരിക്കും അല്ലേ? ആണോ? നൈറ്റിംഗെയിൽ എന്തായിരിക്കും പറഞ്ഞിട്ട്, അതിവിടെ രണ്ടാമത് ഐവാൻ പറയുന്നുണ്ട്. നൈറ്റിംഗെയിൽ അപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടാവും? എന്താണ് ഹാപ്പി ന്യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഐവാൻ മറുപടി പറയാണ്, നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ബാക്കി കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ആക്ടിവിറ്റി, ആറാമത്തെ ആക്ടിവിറ്റി. ടീച്ചർ ഇതിൻ്റെ ആൻസർ എല്ലാം ഉടനെ തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കാത്തിരിക്കുന്നതിൻ്റെ ആൻസർ ടീച്ചർ ഉടനെ ഇടുന്നുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ്, ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ്സാണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം, അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം, 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും.